രാവിലെ വെറും 3 മിനിറ്റ് കൊണ്ടുള്ള ചായക്കടി ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും. അങ്ങനെയുള്ളൊരു കാണാൻ നല്ല മൊഞ്ചും നല്ല പഞ്ഞിക്കെട്ടും കഴിക്കാൻ ഇനി ഏതൊരാളും ഇഷ്ടത്തോടു കൂടി കഴിച്ച് കൊതി തീരാത്തൊരു അത്ഭുതപ്പെടുത്തുന്നൊരു ചായൻ്റെ കടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. വളരെ എളുപ്പമാണ്, ആർക്കും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ മിക്സിൻ്റെ ജാറൊന്നും എടുക്കണ്ട, ഒരു തരത്തിലുള്ള പൊടികളും നമുക്കിതിന് വേണ്ട. ഇനി കുട്ടികൾക്ക് വേണമെങ്കിൽ അന്നേരം അവർക്ക് പോലും ഉണ്ടാക്കുകയും ചെയ്യുക. അതിനൊരു പ്രത്യേകിച്ചൊരു പഠിപ്പോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 3-4 കോഴിമുട്ട എടുക്കുക. ഞാനിപ്പോൾ ഒരു 4 കോഴിമുട്ടയാണ് എടുത്തുക്കണത്. അതൊക്കെ എണ്ണം കുറക്കണോ കൂട്ടണ്ടേ എന്നൊക്കെ നിങ്ങളെ വീട്ടിലെ ആളുകൾക്കനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു 4 കോഴിമുട്ട എടുത്ത് അതിലേക്ക് ഒരു സവാളൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തതും, പിന്നെ പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തത്. പക്ഷേ മുളക് കുറച്ചൊന്ന് ഓറഞ്ച് കളറായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് ചെറുതായിട്ട് ഒരെണ്ണം കട്ട് ചെയ്തതും, പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും. ഇത്രയേ നമ്മളിതിൽ ചേർക്കണുള്ളൂ. പിന്നെ ഒരു 4-5 ടേബിൾ സ്പൂണ് സാധാരണ പച്ചവെള്ളം ഇതുപോലൊരു കുഞ്ഞു ബൗളിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പ്, നമ്മൾ ഈ ഒരു 4 കോഴിമുട്ടയ്ക്ക് എത്രത്തോളം ഉപ്പ് വേണോ ആ ഒരു ഉപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഉപ്പ് വെള്ളത്തിൽ നല്ലോണം കലങ്ങിയതിന് ശേഷം ഈ മുട്ടയിലേക്ക് ഒഴിച്ചിട്ട് മുട്ടയുടെ ആ കുഞ്ചും ആ വെള്ളമൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുമല്ലോ, അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സാണ് പാകത്തിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ വിസ്കോ ഫോർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തോളൂ കേട്ടോ. വിസ്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഫോർക്കൊക്കെ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും സ്പൂണിലാക്കി. ഇനിയിപ്പോൾ വിസ്കുമലും ഫോർക്കുമലും ഒന്നും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതൊക്കെ വേണ്ട കഴുകിയെടുക്കുക. ഏതായാലും നമുക്ക് പാത്രം കഴുകാൻ ഏതായാലും കുറവൊന്നും ഉണ്ടാവില്ല, എന്നാലും കൈയിലൊന്നും സൂക്ഷിക്കുക, അത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കട്ടെ. ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ഒരു 2 സ്ലൈഡ് ബ്രെഡ് എടുക്കുക. ആ ബ്രെഡിൽ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ മാത്രം കുറച്ച് മയോനൈസ് ഒന്ന് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ. മയോനൈസ് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ വേണമെങ്കിൽ ചീസൊക്കെ ഉണ്ടല്ലോ, ചീസ് വെച്ചെടുത്താൽ അതിലേറെ ഗുണമുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചീസൊന്നും വെക്കണില്ല. ചീസ് ഇവിടെ ഉണ്ട്, പക്ഷെ എന്താ പറയുക, എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല ഈ ചീസിൻ്റെ ടേസ്റ്റ്. ഈ വെണ്ണ നെയ്യ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ ഇത് ചൂടായി കഴിഞ്ഞാൽ ഒരു പ്രത്യേകിച്ചൊരു കുത്തന ചൊയ്യുന്നുണ്ടാവും. എന്നാലും എനിക്ക് ഋതുവിനൊന്നും തീരെ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് എടുക്കണില്ല കേട്ടോ. പിന്നെ നമുക്ക് ചില കാര്യത്തിനൊക്കെ ചീസ് മസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ വേണമെന്നൊന്നുമില്ല. ഇനിയിപ്പോൾ മയോനൈസ് ഇല്ലെങ്കിലും ഒക്കെ ഇത് മയോനൈസ് നിങ്ങൾ എടുത്തില്ല, ഇനിയിപ്പോൾ ഉണ്ടാക്കാനൊക്കെ കുറച്ച് മടിയാണ്, ഇനിയിപ്പോൾ മുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ബ്രെഡ് ഒന്ന് ആദ്യം ഒരു തുള്ളി വെളിച്ചെണ്ണ ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓയിലോ വെളിച്ചെണ്ണ നെയ്യോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ചെടുത്താൽ മതി കേട്ടോ, ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. എങ്ങനെ ഒട്ടിച്ചെടുക്കാൻ എങ്ങനെ അട്ടിക്കച്ചാൽ മതി. ഒട്ടിക്കണമെങ്കിൽ ഇതുപോലെ മയോനൈസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പരട്ടണമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മയോനൈസ് മാത്രമേ പരട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കച്ചപ്പും കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചെടുക്കാം. ഇതിൻ്റെ 80% പണിയും കഴിഞ്ഞിട്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ലേശം ഓയിൽ, ഒരു സ്പൂൺ ഓയിൽ, ഇനിയിപ്പോൾ നെയ്യോ വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമൊന്നുമില്ല, അതൊന്ന് ഇട്ടിച്ചെടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ആ കോഴിമുട്ടൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒഴിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്രെഡ്, ആ ബ്രെഡ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നടുവിൽ വെച്ചെടുക്കട്ടോ. നടുവിൽ വെച്ചെടുത്തിട്ട് ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഫ്ലെയിം ഒന്ന് കുറച്ച് ചളയേണ്ടി, കാരണം ഈ ഒരു കോഴിമുട്ട പെട്ടെന്ന് കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബ്രെഡിനെ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുക. 4 സൈഡും ഇങ്ങനെ കവർ ചെയ്യുക. അപ്പോൾ ഞാനിത് ഫസ്റ്റിലെടുത്തപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കീറിപ്പോയിട്ടുണ്ട്. പക്ഷേ എല്ലാ സൈഡും എടുക്കുമ്പോൾ കീറൊന്നുമില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ ശ്രദ്ധക്കുറവോട് കീറിപ്പോയതാണ്. എന്താ അറിയോ, ഇപ്പോൾ രാവിലെയൊക്കെ മദ്രസ കുട്ടികൾ പോകുന്ന സമയത്ത് അധികം ആളുകളെയും പരിപാടിയാണ് ബേക്കറി ഒക്കെ കൊടുക്കൽ.
അപ്പോൾ കുട്ടികൾക്കൊക്കെ രാവിലെ എന്തായാലും ഓർക്ക് പഠനത്തിന് ശ്രദ്ധയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചെന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ വയറ്റിക്കാണ് നല്ലതാണ്. അപ്പോൾ ഇതുപോലെ കോഴിമുട്ടൊക്കെ ഒരെണ്ണം കഴിച്ചിട്ട് പോകുമ്പോൾ നല്ലതാണേനും കുട്ടികൾക്ക് ഇഷ്ടമാണേനും ബ്രെഡ് പച്ച ബ്രെഡ് കൊടുക്കുന്നതിനേക്കാളൊക്കെ നല്ലതാണിത്. അപ്പോൾ ഇതുപോലൊന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ അതുമല്ല അധികം ആളുകളും ഈ അരി ഭക്ഷണമൊക്കെ കഴിക്കാത്തവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇതൊരെണ്ണം ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ പെട്ടെന്ന് വണ്ണം കൂടുന്ന പ്രശ്നം അതും ഉണ്ടാവില്ല. പിന്നെ ഇതിക്ക് എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കുറച്ചും കൂടെയൊക്കെ കൂടുതൽ ഇട്ട് കൊടുക്കട്ടോ. അങ്ങനെ രാവിലെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു രണ്ടാളൊക്കെ ഉള്ളൂ വീട്ടിലെന്നുണ്ടെങ്കിൽ എന്തായാലും രണ്ടെണ്ണം ഉണ്ടാക്കിയാൽ മതിയാവും. അല്ലാതെ 4-5 പേരൊക്കെ ആണെങ്കിൽ ഒരു 4-5 ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ ഒന്ന് തിന്നാൽ തന്നെ വയറ് ഫുള്ളാവും കേട്ടോ. പിന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പലഹാരം കൂടെയാണിത്. പലഹാരം എന്നൊന്നും പറയാൻ പറ്റൂല, ഏതായാലും അടിപൊളിയാണ്. നല്ല പഞ്ഞിക്കെട്ടാണ്. നമ്മൾക്കൊരു ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് പണിയാണ്. പക്ഷേ ഇതിനതൊന്നും വേണ്ട. നമുക്ക് ഈ കുട്ടികളൊക്കെ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ സിമ്പിളാണ് കേട്ടോ. പിന്നെ രാവിലെ ആയാലും ഈ എരിവ് പുളി മധുരമൊന്നും കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തവർക്കും പിന്നെ കുട്ടികൾക്കൊക്കെ വേഗം ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റംസ് തന്നെയാണ്. പിന്നെ ചില മക്കളുണ്ടാവും ഒന്നും കഴിക്കാത്ത മക്കള്. ചില മക്കളാണെങ്കിൽ നല്ലോണം വാരി വലിച്ച് കഴിക്കും. പക്ഷെ എല്ലാ മക്കളും ഒരുപോലെയല്ല. നമുക്ക് തന്നെ ചില മക്കൾ കഴിക്കണാണ്ട് അസൂയപ്പെടും അല്ലേ, നമ്മളെ കുട്ടികളൊന്നും കഴിക്കാതിരിക്കുമ്പോൾ ഇവരിങ്ങനെ കഴിക്കണം കാണുമ്പോൾ. പക്ഷെ എല്ലാ മക്കളെയും ഒരേ ഇതിൽ നമ്മൾ കാണാൻ പറ്റൂല. അപ്പം അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, നമ്മുടെ മക്കൾക്ക് ഇഷ്ടം എന്താണോ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്താ പറയുക, കുട്ടികൾ കഴിക്കണം നിങ്ങളിങ്ങനെ കണ്ടു നിന്നോ. അപ്പം നമുക്ക് അവർ കഴിക്കുമ്പോഴാണ് നമ്മളെ മനസ്സും വയറൊക്കെ നിറയുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓർക്ക് പിന്നെ ശരീരത്തിന് കോഴിമുട്ട കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. ചിലർക്ക് മക്കൾക്ക് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. പക്ഷെ എത്ര കൊടുത്താലും കുട്ടികൾ കഴിക്കാത്തവരായിരിക്കും. ഈ കോഴിമുട്ടൊക്കെ കഴിക്കാൻ പുഴുങ്ങിയതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാകും, പിന്നെ ഓംലേറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഈ രാവിലെ ഉണ്ടല്ലോ നമുക്ക് പല തിരക്കുമായിരിക്കും. അപ്പോൾ എന്താ പറയുക, പെട്ടെന്നൊക്കെ മക്കളെ സ്കൂൾക്കൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ എവിടേക്കെങ്കിലും പെട്ടെന്ന് പറഞ്ഞേക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അരി വെള്ളത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അരി ഭക്ഷണം ഉണ്ടാക്കാൻ സമയം കിട്ടൂല. ചിലപ്പോൾ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ബ്രേക്ക്ഫാസ്റ്റ് അതിലേക്ക് നല്ലൊരു കറി വേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ കാട്ടേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ടൈമിൽ എന്ത് ചെയ്യുക, വേഗം ഇത് ഉണ്ടാക്കി കൊടുത്താൽ ഓർക്കും സന്തോഷമാവും, നമുക്കും സന്തോഷമാവും, പണി എളുപ്പമായിരിക്കും ഒക്കെയാണ്. പിന്നെ ഇത് കഴിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇത് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ സാൻഡ്വിച്ച് കഴിക്കണ അതിനേക്കാളും രുചിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് കൂട്ടിച്ചേർക്കട്ടോ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചതേ ഉള്ളൂ, കാരണം എല്ലാവരുടെ അടുക്കലും എല്ലാം ഉണ്ടാവില്ലല്ലോ. അപ്പം വളരെ സിമ്പിളായിട്ട്, അതും വെറും 5 മിനിറ്റ് പോലും വേണ്ടത് ഉണ്ടാക്കാൻ. വെറുതെ എന്താണ് നമ്മൾ സമയം കളയണതിനേക്കാളും നല്ലത് ഇതുപോലത്തെ ഒക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതിയാവും. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. പിന്നെ എന്ത് ചെയ്യണം, നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ, ഇപ്പം തന്നെ ചെയ്ത് കൊടുത്താൽ, കാരണം എല്ലാവർക്കും ഇങ്ങനത്തെ ഒരുപാട് ഇഷ്ടമാവും. നമുക്ക് അധികം ആളുകൾക്കുള്ളൊരു പണിയാണല്ലേ രാവിലെയൊക്കെ മക്കൾക്ക് മിച്ചറോ ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് മദ്രസക്കൊക്കെ പറഞ്ഞേക്കൽ. അപ്പോൾ ഇനി അതൊന്നും ചെയ്യണ്ട, വീട്ടിൽ മുട്ടൊക്കെ ഉണ്ടെങ്കിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കേണ്ടി. പിന്നെ എന്ത് ചെയ്യുക, നൂഡിൽസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഇട്ടതാ. കുട്ടികൾക്കൊക്കെ ഏതാണ്ട് ഒരെണ്ണം കിട്ടിയാൽ മതിയാവും. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പച്ചമുളക് ഒഴിവാക്കിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ ഒരു മധുരമുള്ള പലഹാരമായിട്ടും കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്, നിങ്ങൾക്ക് മധുരമുള്ള വേണോ അല്ലേ എന്നൊക്കെ. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടത്തോട് കഴിക്കുമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമ്മൾ വലിയവർക്കും എത്ര കഴിച്ചാലും ബോധി തീരൂല കേട്ടോ. അപ്പോൾ എപ്പോഴും ചെയ്തില്ലെങ്കിലും വല്ലപ്പോഴൊക്കെ അതുപോലെ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കടി ഉണ്ടാക്കി നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.